നമുക്കിന്ന് കോറിലേഷൻ കണ്ടുപിടിക്കാനുള്ള ഗ്രാഫിക്കൽ മെത്തേഡ്സിൽ രണ്ടാമത്തെ മെത്തേഡായിട്ടുള്ള കോറിലേഷൻ ഗ്രാഫ് നമുക്ക് പഠിക്കാം. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആദ്യത്തെ മെത്തേഡായിട്ടുള്ള സ്കാറ്റർ ഡയഗ്രം പഠിച്ചിരുന്നു. ഇപ്പോൾ കോറിലേഷൻ ക്യാൻ ഓൾസോ ബി ഡിറ്റർമൈൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കോറിലേഷൻ ഗ്രാഫ്. ഇപ്പോൾ കോറിലേഷൻ ഗ്രാഫ് വരച്ചുകൊണ്ട് നമുക്ക് കോറിലേഷൻ കണ്ടുപിടിക്കാവുന്നതാണ്. ദിസ് ഗ്രാഫ് ഗീവ്സ് എ വിഷ്വൽ സ്റ്റഡി ഓഫ് കോറിലേഷൻ ആൻഡ് ഡസ് നോട്ട് ഗീവ് ദ എക്സാക്ട് ഡിഗ്രി ഓഫ് കോറിലേഷൻ. അപ്പോൾ ഇവിടെയും ഈ ഒരു സ്കാറ്റർ ഡയഗ്രം പറയുന്ന പോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു വിഷ്വൽ സ്റ്റഡി ഓഫ് കോറിലേഷൻ്റെ ഏത് ടൈപ്പ് കോറിലേഷനാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇവിടെ നമുക്ക് എക്സാക്റ്റ് ഡിഗ്രി ഓഫ് കോറിലേഷൻ നൽകുന്നില്ല എന്നുള്ളത് ഇതിൻ്റെയും ഒരു ഡിമെറിറ്റ് തന്നെയാണ്. അപ്പോൾ അണ്ടർ ദിസ് മെത്തേഡ് ടു കർവ്സ് ആർ ഡോൺ ബൈ മേക്കിംഗ് ദ ഇയർ ഓർ പ്ലേസ് ഓൺ എക്സ് ആക്സിസ് ആൻഡ് വാല്യൂസ് ഓഫ് ബോത്ത് കോറിലേറ്റഡ് വേരിയബിൾസ് ഓൺ വൈ ആക്സിസ്. അപ്പോൾ നമുക്ക് സ്കാറ്റർ ഡയഗ്രമായിട്ടുള്ള ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഗ്രാഫിക്കൽ മെത്തേഡ് തന്നെയാണ്, ഗ്രാഫ് തന്നെയാണ്. പക്ഷേ നമുക്ക് ക്വസ്റ്റ്യനിൽ ഇതുപോലെ അഡീഷണൽ ആയിട്ട് ഏതെങ്കിലും ഒരു ബേസ് തന്നിട്ടുണ്ടാവും. ഒന്നെങ്കിൽ ഇയർ അല്ലെങ്കിൽ പ്ലേസ് അതുപോലുള്ള ബേസുകളോട് അഡീഷണൽ തന്നിട്ടുണ്ടാവും. ഈ ബേസിനെയാണ് നമ്മൾ എക്സ് ആക്സിസിൽ അതിന് താഴെ എടുത്ത് എഴുതുന്നത്. അപ്പോൾ നമുക്ക് 2020 മുതൽ 2025 വരെ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മളിവിടെ എക്സ് ആക്സിസിൽ പ്ലോട്ട് ചെയ്യുന്നു. പിന്നീട് പറഞ്ഞിരിക്കുന്ന വേരിയബിൾസ് 2 വേരിയബിൾസാണ്, 2 വേരിയബിൾസ്, 3 വേരിയബിൾസ് ആണെങ്കിൽ 3 വേരിയബിൾസ്. നമുക്ക് സ്കാറ്റർ ഡയഗ്രവും ഈ ഒരു കോറിലേഷൻ ഗ്രാഫും തമ്മിൽ പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് സ്കാറ്റർ ഡയഗ്രത്തിൽ സിമ്പിൾ കോറിലേഷൻ അല്ലെങ്കിൽ 2 വേരിയബിൾസ് മാത്രമേ നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നമുക്ക് ഇവിടെ മൾട്ടിപ്പിൾ കോറിലേഷൻ നമുക്ക് പ്ലോട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും, അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും ഈ പറഞ്ഞിരിക്കുന്ന കോറിലേഷൻ ഗ്രാഫ് വഴി, അല്ലേ. അപ്പോൾ നമുക്ക് ഈ കേസിൽ 2 വേരിയബിൾസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഈ 2 വേരിയബിൾസ് നമ്മൾ എഴുതുന്ന എവിടെയാണ്? വൈ ആക്സിസിലാണെന്ന് ഓർത്തിരിക്കുക. നോക്കി, വൈ ആക്സിസിലാണ് നമ്മളിത് രണ്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, അല്ലേ. അപ്പോൾ ബാക്കിയുള്ള ബേസായിട്ട് വന്നിരിക്കുന്ന ഇയർ അല്ലെങ്കിൽ പ്ലേസ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന എന്താണോ അത് നമ്മൾ എക്സ് ആക്സിസിൽ എഴുതുകയും തന്നിരിക്കുന്ന മറ്റ് വേരിയബിൾസ് എല്ലാം, അതായത് വേരിയബിൾസായിട്ട് തന്നിരിക്കുന്നത് ഇത് അതിൻ്റെ ബേസാണ്. ഈ 2 കാര്യങ്ങളാണ് ഇൻകം സേവിങ്സും ആണ് വേരിയബിൾ. ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അത് രണ്ടും എവിടെയാണ് എഴുതേണ്ടത്? വൈ ആക്സിസിലാണ് എഴുതേണ്ടതെന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ വൈ ആക്സിസിൽ ഇയർ നമുക്ക് 2020 മുതൽ 2025 വരെ എഴുതി. അപ്പോൾ ആ രീതിയിൽ നമുക്കതിനെ കണ്ടുപിടിക്കാം. നമുക്കത് പ്രോബ്ലം ചെയ്യുമ്പോൾ നോക്കാം. ദ നേച്ചർ ഓഫ് കോറിലേഷൻ ഈസ് ജഡ്ജഡ് ഓൺ ദി ബേസിസ് ഓഫ് ദീസ് കർവ്സ് ഇൻ ദി ഫോളോവിങ് വേസ്. അപ്പോൾ നമുക്ക് താഴെ പറയുന്ന രീതിയിൽ നമുക്കതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാം. ഇഫ് ദ 2 കർവ്സ് മൂവ് അപ്പ് ഓർ ഡൗൺ ഇൻ ദി സെയിം ഡയറക്ഷൻ ദെൻ ദേ ഹാവ് പോസിറ്റീവ് കോറിലേഷൻ. അപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കേണ്ടത് ഈ 2 കർവുകൾ നമ്മൾ 2 വേരിയബിൾസിൻ്റെ കർവുകൾ വരച്ചു. അപ്പോൾ 2 വേരിയബിൾസിൻ്റെ കർവുകളും അപ്വേഡ് ആണെങ്കിൽ ഒപ്പം തന്നെ അത് ഡൗൺവേഡ് ആണെങ്കിൽ കേട്ടോ, 2 കർവുകളും ഒന്നെങ്കിൽ അപ്വേഡ്, ഇതിപ്പോൾ ഡൗൺവേഡ് ആണല്ലേ, താഴോട്ട് വരുന്നു. രണ്ടും ഒരുപോലെ അതിൻ്റെ ഡയറക്ഷൻ സെയിം ആണെങ്കിൽ അത് പോസിറ്റീവ് കോറിലേഷനാണ്, മാറിപ്പോകരുത്. നമ്മൾ 2 കർവുകളും അപ്വേഡ് ആണെങ്കിലും എന്താണ്, ഇത് പോസിറ്റീവ് കോറിലേഷനാണ്. 2 കർവുകളും ഇവിടെ ഡൗൺവേഡ് ആണെങ്കിലും എന്താണ്, പോസിറ്റീവ് കോറിലേഷനാണ്, അല്ലേ. അപ്പോൾ നെഗറ്റീവ് കോറിലേഷൻ എപ്പോഴാണ് വരുന്നത്? ഒരെണ്ണം അപ്വേഡ്, ഒരെണ്ണം ഡൗൺവേഡ്, അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിലാണ് അത് നെഗറ്റീവ് കോറിലേഷൻ വരുന്നത്. അപ്പോൾ മാത്രമാണ്, അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ മാത്രമാണ് നെഗറ്റീവ് കോറിലേഷൻ വരിക കേട്ടോ. ഇപ്പോൾ ഇവിടെ 2 കർവുകളും അപ്വേഡ് ആണെങ്കിലോ 2 കർവുകളും ഡൗൺവേഡ് ആണെങ്കിലോ അത് പോസിറ്റീവ് കോറിലേഷൻ ആണെന്ന് ഓർത്തിരിക്കുക. ഇപ്പോൾ ഈ ഒരു കേസിൽ ഇത് പോസിറ്റീവ് കോറിലേഷൻ ആണല്ലേ, 2 കർവുകളും അപ്വേഡ് ട്രെൻഡിങ് ആണ് കാണിക്കുന്നത്, അല്ലേ. സേവിങ്സും ഇൻകം കൂടുന്നതനുസരിച്ച് സേവിങ്സ് കൂടുന്നു, അല്ലേ. അപ്പോൾ ആ രീതിയിൽ അതിന് കോറിലേഷൻ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇഫ് 2 കർവ്സ് മൂവ് അപ്പ് ഓർ ഡൗൺ ഇൻ ദി സെയിം ഡയറക്ഷനിൽ അപ്പോ അല്ലെങ്കിൽ ഡൗണോ മുകളിലേക്കോ താഴേക്കോ ഒരേപോലെയാണ് 2 കർവുകളും പോകുന്നതെങ്കിൽ ദേ ഹാവ് പോസിറ്റീവ് കോറിലേഷൻ. ഇഫ് ദ 2 കർവ്സ് മൂവ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, 2 കർവുകളും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ ഒരെണ്ണം അപ്വേഡ് ബാക്കിയുള്ളത് ഡൗൺവേഡ്, ആ രീതിയിലാണ് കാണിക്കുന്നതെങ്കിൽ നെഗറ്റീവ് കോറിലേഷനാണ്. ഇനി പ്രത്യേകിച്ച് അത് അപ്വേഡ് ആണോ ഡൗൺവേഡ് ആണോ നമ്മൾ മനസ്സിലാകാത്ത രീതിയിൽ സ്കാറ്റേഡ് ആണെങ്കിൽ, അതിൻ്റെ പോയിൻറ്റ്സുകൾ സ്കാറ്റേഡ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, അവിടെ നോ കോറിലേഷൻ അല്ലെങ്കിൽ ലോ ഡിഗ്രി ഓഫ് കോറിലേഷൻ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇനി കോറിലേഷൻ ഗ്രാഫിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കുക. ദിസ് മെത്തേഡ് ഈസ് സിമ്പിൾ ടു ഓപ്പറേറ്റ് ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ഇത് നമുക്ക് സ്കാറ്റർ ഡയഗ്രം പോലെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാനും അത് നിർമ്മിക്കാനും പറ്റുന്നതാണ്. ദിസ് മെത്തേഡ് ക്യാൻ ബി യൂസ്ഡ് ഫോർ സ്റ്റഡിങ് ബോത്ത് സിമ്പിൾ ആൻഡ് മൾട്ടിപ്പിൾ കോറിലേഷൻ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ്. സ്കാറ്റർ ഡയഗ്രവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കിവിടെ കോറിലേഷൻ ഗ്രാഫ് ആണെങ്കിൽ സിമ്പിളും ഒപ്പം തന്നെ മൾട്ടിപ്പിൾ കോറിലേഷനും നമുക്കിവിടെ പ്ലോട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതായത് സിമ്പിൾ കോറിലേഷൻ എന്ന് വെച്ചാൽ 2 വേരിയബിൾസ് മാത്രമുള്ളത്. മൾട്ടിപ്പിൾ കോറിലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3ഓ അതിലധികമോ വേരിയബിൾസ് ഉള്ളതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? മൾട്ടിപ്പിൾ കോറിലേഷൻ നമ്മൾ വിളിക്കുന്നത്, അല്ലേ. അപ്പോൾ മൾട്ടിപ്പിൾ കോറിലേഷൻ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ നമുക്ക് ഈ വൈ ആക്സിസിലാണ് നമ്മൾ വേരിയബിൾസ് എല്ലാം എഴുതുന്നത്, അല്ലേ. ഇപ്പോൾ ഇവിടെ നമ്മൾ 2 വേരിയബിൾസ് നമ്മൾ എഴുതി, 3ാമതൊരു വേരിയബിൾസ് ഉണ്ടെങ്കിൽ ഇവിടെ വരും, അല്ലേ. 4ാമതുണ്ടെങ്കിൽ ഇവിടെ വരാം. അപ്പോൾ അതുപോലെ നമുക്കിത് എത്ര വേരിയബിൾസ് വേണമെങ്കിൽ നമുക്കിവിടെ ഈ വൈ ആക്സിസിൽ കാണിക്കാം.
ദെൻ ദിസ് മെത്തേഡ് ഈസ് യൂസ്ഫുൾ ഇൻ ദി കേസ് ഓഫ് ടൈം സീരീസ്. ടൈം സീരീസിൽ നമ്മൾ ഈ ഒരു രീതിയിൽ കോറിലേഷൻ ഗ്രാഫ് വെച്ചുകൊണ്ട് നമ്മളിത് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അത് ടൈം സീരീസ് അനാലിസിസിൽ നിങ്ങൾ പിന്നീട് പഠിക്കുന്ന ഒരു ചാപ്റ്ററിൽ നമുക്കത് മനസ്സിലാക്കാം. ഇനി കോറിലേഷൻ ഗ്രാഫിൻ്റെ ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത് ദിസ് മെത്തേഡ് ഓൾസോ ഡസ് നോട്ട് റിവീൽ ദ ഡിഗ്രി ഓഫ് കോറിലേഷൻ. പാസ് ഇൻ ദ കേസ് ഓഫ് സ്കാറ്റർ ഡയഗ്രാം. സ്കാറ്റർ ഡയഗ്രത്തിലുള്ള പോലെ തന്നെ കോറിലേഷൻ ഗ്രാഫിൽ നമുക്ക് ഡിഗ്രി ഓഫ് കോറിലേഷൻ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കില്ല. ഓൺലി ഇത് ഡയറക്ഷൻ അല്ലെങ്കിൽ ഏത് ടൈപ്പ് കോറിലേഷൻ ആണെന്ന് മാത്രമേ മനസ്സിലാക്കാൻ ഇവിടെ സാധിക്കുകയുള്ളൂ. Then it also gives only a rough idea about the nature of correlation. Correlation എന്ത് ടൈപ്പ് കോറിലേഷൻ ആണ്, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, അല്ലെങ്കിൽ ഹൈലി കോറിലേറ്റഡ് ആണോ അല്ലെങ്കിൽ നെഗറ്റീവ്ലി കോറിലേറ്റഡ് ആണോ, ആ രീതിയിലുള്ള കോറിലേഷൻ്റെ ഒരു സ്വഭാവം മാത്രം, നേച്ചർ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഡെഫിനറ്റ് ആയിട്ടുള്ള കൺക്ലൂഷൻ കിട്ടണമെങ്കിൽ നമുക്ക് മാത്തമാറ്റിക്കലായിട്ടുള്ള കോറിലേഷൻ മെത്തേഡുകൾ നമ്മൾ ഉപയോഗിക്കണം, അല്ലേ? എങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള ആ ഒരു കോറിലേഷൻ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ദെൻ ദിസ് മെത്തേഡ് ക്യാൻ ബി അപ്ലൈഡ് ഓൺലി വെൻ ദ ഡാറ്റ റിലേറ്റിംഗ് ടു വേരിയബിൾസ് ഹാവ് എ കോമൺ ബേസ് സച്ച് ആസ് ഇയർ ഓർ പ്ലേസ്. അപ്പോൾ കോറിലേഷൻ ഗ്രാഫ് നമ്മൾ വരയ്ക്കുന്നത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു ബേസ്, ഇയർ അല്ലെങ്കിൽ പ്ലേസ് അതുപോലുള്ള കോമൺ ആയിട്ടുള്ള ഒരു ബേസ് കൂടെ നമുക്ക് കിട്ടുമ്പോഴാണ് നമുക്ക് കോറിലേഷൻ ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി സാധിക്കുക. അപ്പോൾ അത് ഓർത്തിരിക്കുക, ഒരു കോമൺ ബേസ് ഉണ്ടായിരിക്കണം എന്നുള്ളത് ഇതിൻ്റെ ഒരു കണ്ടീഷനാണ്. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം സൈഡിലേക്ക് കിടക്കാൻ നോക്കുക. ഇവിടെ നമുക്ക് ഇൻകം സേവിങ്സ് എന്ന് തന്നിരിക്കുന്നു. നമുക്ക് ബേസായിട്ട് ഇയർ തന്നിട്ടുണ്ട്. ആദ്യം പറഞ്ഞതുപോലെ 2020 മുതൽ 2025 വരെ, അല്ലേ? അത് നമ്മൾ ഇതുപോലെ തന്നെ എക്സ് ആക്സിസിലേക്ക് നമ്മൾ ആദ്യം ആ ബേസ് അങ്ങോട്ട് എഴുതുന്നു. അതിനുശേഷം ബാക്കിയെല്ലാം നമ്മളിവിടെ നോക്കേണ്ടത് ഇവിടെയുള്ള വാല്യൂസ് ഒന്ന് നോക്കുക. 1 മുതൽ നമുക്ക് 1 ഏറ്റവും ചെറിയ വാല്യൂ വന്നിരിക്കുന്നത്. 1 മുതൽ ഇവിടെ ഏറ്റവും വലിയ വാല്യൂ ഏതാണ് വന്നിരിക്കുന്നത്, 1 മുതൽ 12 വരെ വന്നിട്ടുണ്ടല്ലേ? അപ്പോൾ നമുക്ക് 1 മുതൽ 12 വരെ, അല്ലെങ്കിൽ 2 മുതൽ 2, 4, 6, 8, 10, 12 അങ്ങനെ ഒന്നിടപെട്ട സംഖ്യകൾ എഴുതിയാൽ മതി. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ നിങ്ങൾക്ക് ഒരു ലോജിക്ക് വെച്ചുകൊണ്ട് നിങ്ങൾക്കത് മാർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു സ്പേസ്, കറക്റ്റ് സ്പേസ് 1 സെൻറ്റിമീറ്റർ വിട്ട് 2 എഴുതി, പിന്നീട് 1 സെൻറ്റിമീറ്റർ വിട്ട് 4 എഴുതി, അല്ലേ? അപ്പോൾ നമുക്ക് 1 മാർക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് 2ൻ്റെ നടുക്ക് എത്രയാണോ എന്താണ് വരുന്നത് അത് നമുക്ക് 1 ആയിട്ട് മാർക്ക് ചെയ്യാം, അല്ലേ? 3 വരുന്നതെങ്കിൽ 2ൻ്റെയും 4ൻ്റെയും നടുക്ക് 3 നമുക്ക് മാർക്ക് ചെയ്യാം, അല്ലേ? അപ്പോൾ ആ രീതിയിൽ നമുക്ക് മാർക്ക് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ലോജിക്ക് വെച്ചുകൊണ്ട് നിങ്ങളിത് കൃത്യമായിട്ട് കറക്റ്റ് ഒരു സ്പേസ് ഇട്ടുകൊണ്ട് ഇത് കൃത്യമായിട്ട് എഴുതുക. അപ്പോൾ നമുക്കിവിടെ മാർക്ക് ചെയ്യുന്നത് 2020 നമ്മളിവിടെ ഈ ഒരു കോർണറിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. 2020 ഒന്നുകിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ, അതിന് കുഴപ്പമില്ല. നമുക്ക് 2020 ഇവിടെ എഴുതുക, 2021 ഇവിടെ എഴുതുക, ആ രീതിയിൽ എഴുതുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ഈ കർവുകൾ ഇതിൽ നിന്ന് ഒരല്പം വിട്ട് മാറി നിൽക്കുന്നു മാത്രമേ ഉള്ളൂ. പക്ഷേ അത് ഇതിൻ്റെ ഒരു ഡയറക്ഷൻ അറിയുന്നതിനോ കോറിലേഷൻ ഗ്രാഫ് വെച്ച് അതിന് മനസ്സിലാക്കുന്നതിനോ തടസ്സമില്ല. അപ്പോൾ ഇത് നമുക്ക് മാർക്ക് ചെയ്യണം. അതിന് ശേഷം നമുക്ക് 2020 സേവിങ്സിൻ്റെ നേരെ 1 ഇൻകത്തിൻ്റെ നേരെ 2 വന്നിരിക്കുന്നത്, അല്ലേ? സേവിങ്സ് 1, ഇൻകം 2, അല്ലേ? നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇൻകം 4, സേവിങ്സ് 3 ആണല്ലേ? ഇൻകം 4, സേവിങ്സ് 3, അല്ലേ? അപ്പോൾ ആ രീതിയിൽ നമ്മളതിനെ മാർക്ക് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ മാർക്ക് ചെയ്യുക. 2 കർവുകൾ ഒരുമിച്ച് വേണേൽ മാർക്ക് ചെയ്ത് പോകാം, അല്ലെങ്കിൽ നമുക്ക് ഓരോന്നായിട്ട് മാർക്ക് ചെയ്ത് പോകാം, അല്ലേ? ആദ്യം നമ്മൾ 2 ഇത് മാത്രം മാർക്ക് ചെയ്യുന്നു, പിന്നീട് സേവിങ്സ് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ ഏതായാലും 2 കർവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്, അല്ലേ? 2 കർവുകൾ ലഭിക്കും എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ ഈ 2 കർവുകളും ഇതുപോലെ നിർമ്മിച്ചതിന് ശേഷം അവസാനം നിങ്ങൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പേര് ഇവിടെ എഴുതി വെച്ചോണം. ഇൻകം ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. ഇതാണ് ഇൻകത്തിൻ്റെ കർവ്, ഇതാണ് സേവിങ്സിൻ്റെ കർവ്, അല്ലേ? ഇതാണ് സേവിങ്സിൻ്റെ കർവ്. അതുകൊണ്ട് 2 നോക്കിയതിന് ശേഷം നമുക്കത് അതിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ നമ്മൾ കൊടുക്കേണ്ടതാണ്, അല്ലേ? ദീസ് ഗ്രാഫ് റിവീൽ ദ 2 വേരിയബിൾസ് ആർ പോസിറ്റീവ്ലി കോറിലേറ്റഡ് ബിക്കോസ് ബോത്ത് കർവ്സ് ആർ മൂവിങ് ഇൻ 1 ഡയറക്ഷൻ ഉള്ളി, അല്ലേ? അപ്പോൾ ഇവിടെ ഒരേ ഡയറക്ഷനിൽ അപ്വേർഡായിട്ട് ആണ് ഈ 2 കർവുകളും പോകുന്നത്, അല്ലേ? അപ്പോൾ ഇത് പോസിറ്റീവ് കോറിലേഷൻ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാകാം. ഈ 2 കർവുകളും നമുക്ക് ഡൗൺവേർഡായിട്ടാണ് വന്നിരുന്നതെങ്കിലോ അപ്പോഴും എന്ത് തന്നെയാണ്, അപ്പോഴും പോസിറ്റീവ് കോറിലേഷൻ തന്നെയാണ്, അല്ലേ? അതായത് ഒരേ ഡയറക്ഷനിലാണെങ്കിൽ അത് അപ്വേർഡ് ആണെങ്കിലും ഡൗൺവേർഡ് ആണെങ്കിലും പോസിറ്റീവ് കോറിലേഷനാണ്. ഒരു കർവ് അപ്വേർഡായിട്ടും മറ്റൊരു കർവ് ഡൗൺവേർഡായിട്ടും പോകുമ്പോഴാണ് നെഗറ്റീവ് കോറിലേഷൻ വരുന്നത്, അല്ലേ? അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. അതൊക്കെ അറിയാമെങ്കിലാണ് നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റിനും ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കി എഴുതാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. പിന്നെ ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, കോറിലേഷൻ ഗ്രാഫിലാണ് നമുക്ക് മൾട്ടിപ്പിൾ കോറിലേഷൻ പറ്റുന്നത്, അല്ലേ? സ്കാറ്റർ ഡയഗ്രത്തിലാണെങ്കിൽ സിമ്പിൾ കോറിലേഷൻ 2 വേരിയബിൾസ് മാത്രമുള്ളെങ്കിൽ നമുക്ക് സാധിക്കുകയുള്ളൂ. പിന്നെ ബേസ് വെച്ചുകൊണ്ട് അത് ഇയറോ പ്ലേസോ ഒക്കെ തരുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണ്, കോറിലേഷൻ ഗ്രാഫാണ്. അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൃത്യമായിട്ട് ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത്. നമുക്കിനി കോറിലേഷൻ ഗ്രാഫിൻ്റെ മറ്റൊരു പ്രോബ്ലത്തിലേക്ക് കൂടെ നോക്കാം. ഫ്രം ദി ഫോളോവിങ് ഡാറ്റ അസർട്ടൈൻ വിത്ത് ദി ഹെൽപ്പ് ഓഫ് കോറിലേഷൻ ഗ്രാഫ് വെദർ ദ ഡിമാൻഡ് ആൻഡ് പ്രൈസ് ഓഫ് കമോഡിറ്റി ആർ കോറിലേറ്റഡ്. ഒരു കമോഡിറ്റിയുടെ ഡിമാൻഡും പ്രൈസും തമ്മിൽ കോറിലേഷൻ ഉണ്ടോ എന്നുള്ളത് കോറിലേഷൻ ഗ്രാഫ് വെച്ച് പഠിക്കാൻ പറഞ്ഞിരിക്കുന്നു. ഇവിടെ ഇയർ തന്നിട്ടുണ്ട്, ഇയറാണ് ബേസ്, അല്ലേ? ബേസായിട്ട് തന്നിട്ടുണ്ട്. ദെൻ ഡിമാൻഡും പ്രൈസും തന്നിട്ടുണ്ട്, അല്ലേ? ഇൻ യൂണിറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പതിവ് പോലെ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഈ ബേസ് എടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, എക്സിൻ്റെ ഇവിടെ, അല്ലേ? ഇവിടെ എക്സിൻ്റെ ഇവിടെ നമുക്ക് എക്സ് ആണ് വരേണ്ടത്, വൈ അല്ല വരേണ്ടത് കേട്ടോ. എക്സ് ആണ് വരേണ്ടത്, ഇവിടെയാണ് വൈ വരേണ്ടത് കേട്ടോ.
അപ്പോൾ നമുക്ക് എക്സ് ആക്സിസിലേക്ക് നമ്മളിത് എഴുതുന്നു. ഇവിടെ നമ്മൾ ഈ ഒരു ബേസ് എഴുതുന്നു അല്ലേ, ഇയറൊക്കെ എഴുതുന്നു. അതിനുശേഷം ഡിമാൻഡും പ്രൈസും നമ്മൾ എഴുതുന്നു അല്ലേ. അപ്പോൾ ഡിമാൻഡും പ്രൈസും നമ്മൾ നോക്കുക. ഡിമാൻഡ് ഇവിടെ 50, 55 അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ പ്രൈസ് 40, 35 അങ്ങനെ കൊടുത്തിരിക്കുന്നു. നമുക്ക് ഏറ്റവും ചെറിയ വാല്യൂ എത്രയാണോ അതിനനുസരിച്ച് നമുക്ക് ഇവിടെ നിന്ന് എഴുതി പോയാൽ മതി അല്ലേ. ഇവിടെ നമുക്കൊരു 12 ഏറ്റവും ചെറിയ വാല്യൂ വന്നിരിക്കുന്നത്. ഏറ്റവും വലിയ വാല്യൂ എനിക്ക് തോന്നുന്നു 90 തോന്നുന്നു അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഒരു 10, 20, 30, 40, 50 എന്ന് എഴുതിയാൽ മതി അല്ലേ. നമുക്ക് വേണമെങ്കിൽ 5, 10, 15, 25 അങ്ങനെ എടുക്കാം. പക്ഷേ നമുക്ക് എന്താണ് അപ്പോൾ കൂടുതൽ ഹൈറ്റ് വരും അല്ലേ ഇവിടെ, അല്ലെങ്കിൽ ഇത് നമ്മളുടെ സ്പേസ് കുറയ്ക്കേണ്ടി വരും. അപ്പോൾ നമുക്കിതെല്ലാം മാർക്ക് ചെയ്യാവുന്ന രീതിയിൽ, ഈ പറഞ്ഞിരിക്കുന്ന ഏത് വന്നു കഴിഞ്ഞാലും മാർക്ക് ചെയ്യാവുന്ന രീതിയിൽ ഒരു ഏകദേശം എടുത്തുകൊണ്ട് നമ്മൾ മാർക്ക് ചെയ്താൽ മതി. ഇവിടെ 10 മുതൽ നമുക്ക് 90 വരെ അല്ലെങ്കിൽ 100 വരെ എഴുതുക. 100 വരെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഏത് വന്നാലും നമുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും അല്ലേ. ഉദാഹരണം എടുക്കുകയാണെങ്കിൽ 2017 ഡിമാൻഡ് 50 പ്രൈസ് 40 അല്ലേ. ഡിമാൻഡ് 50, നമ്മൾ 50 മാർക്ക് ചെയ്യുന്നു, പ്രൈസ് 40 അല്ലേ. രണ്ടും എന്താണ് 2017 കൂടെ നേരെ മാർക്ക് ചെയ്യുന്നു. ഇനി അടുത്തത് 55, 35 അല്ലേ. 55 എന്ന് പറയുമ്പോൾ ഇവിടെ 50-ൻ്റെയും 60-ൻ്റെയും ഇടയ്ക്കല്ലേ ഇവിടെ ഈ ഒരു അല്ലേ 55 പിന്നെ ഇവിടെ 35. അപ്പോൾ ഇതിൻ്റെ 30-ൻ്റെയും 40-ൻ്റെയും ഇടയ്ക്കല്ലേ 35 പ്രൈസ്. അപ്പോൾ അതുപോലെ നമ്മളെല്ലാം മാർക്ക് ചെയ്ത് പോവുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഡിമാൻഡ് അപ്വേഡ് മൂവിങ് ആണ്, പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രൈസ് ഡൗൺവേഡ് മൂവ്മെൻ്റ് ആണല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതെല്ലാം മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഷേപ്പ് വെച്ച് നമുക്ക് എന്ത് മനസ്സിലാകും, ഇത് നെഗറ്റീവ്ലി കോറിലേറ്റഡ് ആണ്. ഡിമാൻഡും പ്രൈസും എന്താണ്, നെഗറ്റീവ്ലി കോറിലേറ്റഡ് ആണല്ലേ. ദ ഗ്രാഫ് റിവീൽസ് ദാറ്റ് ഡിമാൻഡ് ആൻഡ് പ്രൈസ് ആർ നെഗറ്റീവ്ലി കോറിലേറ്റഡ് ബിക്കോസ് ബോത്ത് ദ കർവ്സ് ആർ മൂവിങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ. ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇത് മൂവ് ചെയ്യുന്നത്. ഡിമാൻഡ് അപ്വേഡ് മുകളിലേക്ക് പോകുമ്പോൾ പ്രൈസ് ഡൗൺവേഡ് താഴോട്ട് വരുന്നു. അതുകൊണ്ട് എന്താണ്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് ഇത് നെഗറ്റീവ് കോറിലേഷനാണ് ഇവിടെ ഉള്ളതെന്നുള്ളത് നിങ്ങൾ ഇൻ്റർപ്രിട്ടേഷൻ എഴുതി വെക്കണം. അപ്പോൾ ഏതൊരു പ്രോബ്ലം ഏത് കാര്യം ഇതുപോലെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ കൃത്യമായിട്ട് എഴുതണം. ഇൻ്റർപ്രിട്ടേഷന് മാർക്ക് ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ ആൾജിബ്രൈക് മെത്തേഡ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ മെത്തേഡ് കോറിലേഷൻ കണ്ടുപിടിക്കാനുള്ളത് കാൾ പിയേഴ്സൺ കോഎഫിഷ്യൻ്റ് കോറിലേഷൻ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കേണ്ട. ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ശ്രദ്ധയിൽ കൂടി ഒന്ന് ഷെയർ ചെയ്ത് പെടുത്തുമല്ലോ. ഓക്കെ, താങ്ക്